എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു റിങ്സോ എന്ന് പറഞ്ഞ മെഷീനാണ്. ഒരുപാട് ടൈപ്പ് മെഷീൻ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഈ മെഷീൻ ശരിക്കും ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് വാള് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ഭിത്തി കെട്ടിയാൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിയാൽ ഈ ആവശ്യം യൂസ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിലുള്ള മെഷീനൊക്കെ ഒരു അപാകത ഉള്ളത് ആ ബ്ലേഡിന്റെ സെന്ററിൽ നിന്ന് പകുതി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 14 ഇഞ്ച് ബ്ലേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ച് ബ്ലേഡും 7 ഇഞ്ച് സൈഡും അതിനകത്ത് നിന്ന് ഒരു 2 ഇഞ്ച് ആ വാഷറിന്റെ കടവും പോയിട്ട് 5 ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. 14 ഇഞ്ച് ബ്ലേഡ് ഇട്ടാൽ ഒരു 5 ഇഞ്ചൊക്കെയാണ് കിട്ടുക. പക്ഷേ ഈ ബ്ലേഡിന്റെ അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലല്ല അത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ സൈഡിലാണ് ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെഷീന്റെ പേര് റിങ്സോ എന്നാണ് ഇതിന്റെ പേര്. ഈ മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 ഇഞ്ച് വരെ നമുക്ക് ഡെപ്ത് കിട്ടും. 12 ഇഞ്ച് വരെ ഡെപ്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് മെഷീന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാം. ഇതാണ് ഇതിന്റെ ബ്ലേഡ് ഇടുന്ന സെന്റർ. ഇതാണ് എല്ലാവരുടെയും ആകാംക്ഷപൂർവ്വമായൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ബ്ലേഡിനകത്ത് കറങ്ങുന്നുള്ളതാണ്. ഇതൊരു വി ഷേപ്പ് ആയിട്ടുള്ള ഒരു വീലാണ്. ഇതിനുള്ളിൽ ചെറിയ ഗ്രൂവ് ഉണ്ട്. ഈ കാണുന്ന വി ഷേപ്പിലുള്ള ഒരു പുള്ളി പോലെ ഒരു സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മോട്ടറിന് ഡ്രൈവ് വരുന്നത് ഇത്തലേക്കാണ്. ഇത് കറങ്ങുമ്പോഴാണ് ബ്ലേഡ് കറങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു തരാം. ഇതുവരെയാണ് കറങ്ങുന്നത്. ഇതാണ് ഡ്രൈവ് കൊണ്ടുവരുന്നത്. മോട്ടറിൽ നിന്ന് വന്ന ഡ്രൈവ് ഇത്തലാണ് വരുന്നത്. ഇത് കറങ്ങുമ്പോൾ ഈ ബ്ലേഡ് കറങ്ങുന്നു. ഈ ബ്ലേഡിനെ 2 ഗൈഡ് ചെയ്യാനായിട്ട് 4 വീലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീലില് ഒരു സൈഡിൽ 2 ചാനലുണ്ട്. ഓരോ വീലിലും ഒരു ചാനലുണ്ട്. ഈ ബ്ലേഡിന്റെ സൈഡിലും ഓരോ ചാനലുണ്ട്. ഈ കാണുന്ന സൈഡിൽ ഒരു ചാനലുണ്ട്. ഈ ചാനലിലേക്കൂടെയാണ് ബ്ലേഡ് ഓടുന്നത്. ഈ കാണുന്ന ചാനലിലേക്കൂടെയാണ് ഇത് ഓടുന്നത്. ഇവിടെ 2 ഗ്രൂവ് ഉണ്ടാവും. ഇത് 2 ഫ്രിക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം, ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ 4 വീലിന്റെ ആവശ്യം ഗൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ബ്ലേഡ് ഊരുന്ന സമയത്ത് ഈ കാണുന്ന നോബ് ലൂസ് ചെയ്താൽ ഈ ഒരു വീല് മാത്രം മൂവ് ചെയ്ത് വരും. ഇവിടെയും അതുപോലെ മൂവ് ചെയ്ത് വരും. ബ്ലേഡ് ഊരുമ്പോൾ ഈ 2 ലൂസ് ചെയ്ത ശേഷം ഇത് ലൂസ് ചെയ്യുമ്പോഴാണ് ബ്ലേഡ് ഊരിയെടുക്കാൻ കിട്ടുക. അപ്പൊ ഇത് ലൂസ് ചെയ്യണം. ഈ വീല് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 2 ലൂസ് ചെയ്യുക. ഇതിന്റെ ബാക്കിൽ വരുന്ന ഒരു നോബുണ്ട്. ഈ നോബ് ഇതിന്റെ സെന്റർ പോർഷനിൽ വരുന്ന ഈ സ്പിൻഡിലിനെ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യിപ്പിക്കും. ഇത് കറക്കുന്ന സമയത്ത് ഈ സ്പിൻഡിൽ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യും. അപ്പൊ ഈ ബ്ലേഡ് ഫ്രീ ആകും. നമുക്ക് ജസ്റ്റ് ബ്ലേഡ് ഇങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ മെഷീൻ അധികം കമ്പനികൾക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കുറച്ച് ഇപ്പൊ നമ്മൾ കാണുന്ന മെഷീൻ ബുള്ളറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മെഷീന്റെ വാട്ട്സ് എന്ന് പറയുന്നത് 5500 വാട്ട്സ് ആണ്. 5500 വാട്ട്സുള്ള മെഷീനാണ്. 400 mm ആണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത്. 12 ഇഞ്ചാണ് കട്ടിംഗ് ഡെപ്ത് പറയുന്നത്. ബ്ലേഡിന്റെ ഡയമീറ്റർ ആണ് പറയുന്നത്. ഇതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത് 12 ഇഞ്ച് വരെയാണ്. 3000 ആണ് RPM വരുന്നത്. 3000 RPM ആണ് ഇതിൽ വരുന്നത്. ഇതിന് ഏറ്റവും പ്രാധാന്യം വെള്ളമാണ്. കട്ടിങ്ങിന് കൂളിംഗ് ആയിട്ട് വെള്ളം വളരെയധികം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയിലൂടെ വെള്ളം സക്ക് ചെയ്യാനുള്ള പൈപ്പ്, അതിന്റെ ഫിൽറ്റർ, വെള്ളം പോകാനുള്ള പൈപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വെള്ളം ഈ 4 സൈഡിലേക്കും വരാനുള്ള കണക്ഷൻസും ഇതിന്റെ കൂടെ ഉണ്ട്. വാട്ടർ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇത് വാട്ടർ പമ്പാണ്. ഇതിന് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിന്റെ കൊടുത്തിട്ടുള്ള വാട്ടർ പമ്പാണ്. ഇന്നും ഔട്ടും ഉണ്ട്. ഔട്ട് കൊടുത്തതിന് ഒരു 80 മീറ്റർ വരെ, താഴെ 80 മീറ്റർ വരെ ഹൈറ്റിലേക്ക് വെള്ളം തള്ളാനുള്ള കപ്പാസിറ്റിയുള്ള മോട്ടറാണ്. ഇതിനകത്ത് 1 ലിറ്ററിൽ 1.5 ലിറ്റർ വെള്ളം തള്ളും. 1 മിനിറ്റിൽ 1.5 ലിറ്റർ വെള്ളം തള്ളുന്ന ഒരു മോട്ടറാണ് ഇതിന്റെ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് വെള്ളം ധാരാളം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 4 സൈഡിലേക്ക് വെള്ളം കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബാക്കിൽ 2 അങ്ങനെ 4 സൈഡിലേക്ക് വെള്ളം കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ബ്ലേഡ് ഇടുന്ന ഭാഗങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ സാധിക്കും. വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ കാണിച്ചു തരാം. കട്ട് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് വീഡിയോസിനും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ മെഷീനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മെഷീനാണ്. കാരണം വലിയ കനമുള്ള ഭിത്തികളൊക്കെ കട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മെഷീനാണിത്. അല്പം കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല യൂസ് നോക്കുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന മെഷീനാണ്. കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.